കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും നിത്യേന നിരവധി രോഗികളും സന്ദർശകരും വരാറുണ്ട്. ആ തിക്കിനും തിരക്കിനുമിടയിൽ ആരൊക്കെ വന്നു പോകുന്നുവെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. അതിനിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചമഞ്ഞ ഒരു യുവതി എത്തിയത്. സീനിയർ റെസിഡൻ്റായ ന്യൂറോ സർജൻ എന്നായിരുന്നു യുവതി സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത്. എന്നാൽ സെക്യൂരിറ്റിക്കാർക്ക് ചില സംശയം. അവർ മറ്റു ഡോക്ടർമാരുടെ കാര്യം തിരക്കി. ഇങ്ങനെയൊരു ഡോക്ടറെ പരിചയം പോലുമില്ല. സംശയം തോന്നുന്നതിനെ തുടർന്ന് യുവതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കോട്ടയം പെരുന്ന സ്വദേശിനി ഇവയാണ് പിടിയിലായത്. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ എന്തായിരുന്നു യുവതിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമായിട്ടില്ല. രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഡോക്ടർ എന്ന വ്യാജേന എത്തിയ യുവതി സീനിയർ റെസിഡന്റായ ന്യൂറോ സർജനാണെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ വിവരം അധികൃതരെ അറിയിച്ചു. അങ്ങനെ ഒരാൾ ഉള്ളതായി ഡോക്ടർമാർ സംശയം പറഞ്ഞതോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ ലിഫ്റ്റിൽ കയറി 5ാം നിലയിലെത്തിയ ശേഷം പടിക്കെട്ടുകളിറങ്ങി താഴെ വന്ന് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച ശേഷം പുറത്തുപോയതായി കണ്ടെത്തി. തുടർന്ന് 11:30യോടെ യുവതി വേഷം മാറി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ തടയുകയായിരുന്നു. ഇവ എന്നാണ് പേരെന്നാണ് പിടിയിലായപ്പോൾ യുവതി പറഞ്ഞത്. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണെന്നും ഇപ്പോൾ പേരൂർക്കടയിൽ താമസമാണെന്നും ഇവർ പറഞ്ഞു. യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിച്ചു. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.